എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിന്റെ റൂട്ട് മാപ്പ്, അതായത് എവിടുന്നാ തുടങ്ങുക, ഏതൊക്കെ വില്ലേജ് ആണ് പാസ് ചെയ്ത് പോവുക. ശരിക്കും ട്രെക്കിങ് തുടങ്ങുന്ന എവിടെയാ ചോദിച്ചാൽ ലുക്ല. ആ പെർമിറ്റ് എടുക്കണം. അപ്പൊ ആ പെർമിറ്റ് എവിടുന്നാ കിട്ടുക എന്നുള്ളതാണ്. കഞ്ചുമേൽ സ്റ്റേ അടിച്ച സമയത്താണ് എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ അടിക്കുന്നത്. ഹലോ, അപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിന്റെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഇങ്ങനെ തന്നെ റൂമിൽ നിന്ന് ഇരുന്ന് ഡീറ്റെയിൽസ് പറഞ്ഞ വീഡിയോ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവ് ആണ്, അവർക്ക് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നല്ല റെസ്പോൺസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി കൂടെ ചെയ്യാമെന്ന് കരുതി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബഡ്ജറ്റിനെ പറ്റി സംസാരിച്ചു, ഗൈഡ് എന്താണ്, ഗൈഡ് എന്തിനാണ് സംസാരിച്ചു, ഞങ്ങൾ എത്ര ബഡ്ജറ്റിലാണ് തീർത്തത്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി കുറേ പേർക്ക് ഇപ്പോഴും എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിന് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ്, പിന്നെ നമ്മൾ പ്ലാൻ ഇല്ലാണ്ട് ഇറങ്ങി, പക്ഷേ എല്ലാവരും അങ്ങനെ ഇറങ്ങൂലല്ലോ. ചിലർക്ക് പ്ലാൻ വേണ്ടി വരും, കറക്റ്റ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്തത് എവിടെ എത്തണം, അങ്ങനെ. അപ്പോൾ ഗൈഡും കൂടെ അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ടീമായിട്ട് പോവുകയാണെങ്കിൽ നമുക്കതിനെ പറ്റിയൊരു ധാരണ വേണമല്ലോ. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിന്റെ റൂട്ട് മാപ്പ്, അതായത് എവിടുന്നാ തുടങ്ങുക, ഏതൊക്കെ വില്ലേജ് ആണ് പാസ് ചെയ്ത് പോവുക, എത്ര ദിവസം കൊണ്ട് നമ്മളവിടെ എത്തും, ഓരോ ദിവസം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നിൽക്കേണ്ടത്, ഇങ്ങനെ അതിൻ്റെ ഒരു പ്ലാൻ പറഞ്ഞൊരു ഒന്ന് കുറേ പേര് ചോദിക്കലുണ്ട്. നമ്മൾ പ്ലാൻ ഇല്ലാണ്ടാണ് പോയത്. അതായത് ഇന്ന ദിവസം ഇത്ര കവർ ചെയ്യണം, ഇന്ന സ്ഥലത്ത് എത്തണം, ഇങ്ങനത്തെ പ്ലാനുകളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ റിസ്ക് ഞങ്ങൾ ഏറ്റെടുക്കാൻ വില്ലിങ് ആയിരുന്നു. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ടൈം ലിമിറ്റ് ആയിരിക്കും, ഈ വെക്കേഷനോ അല്ലെങ്കിൽ ടൈമൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നവരുണ്ടാവും, ഇത്ര ദിവസം കൊണ്ട് തീർക്കണം എന്ന് വിചാരിക്കുന്നവർ. അപ്പോൾ അവർക്കൊരു പ്ലാൻ മസ്റ്റ് ആണ്. ഇത്ര ദിവസം കൊണ്ട് നമുക്കിപ്പോൾ തിരിച്ചെത്താൻ എപ്പോൾ വേണമെങ്കിൽ എത്തിയാൽ മതി എന്ന മൈൻഡിലായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ പോയതിൻ്റെ ബേസിസിലുള്ള ഒരു ഐറ്റിനറി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു റഫ് പ്ലാൻ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിൻ്റെ ഐറ്റിനറി അല്ലെങ്കിൽ നിങ്ങൾ പാക്കേജ് എടുക്കുകയാണെങ്കിലും അതിലെല്ലാം സ്റ്റാർട്ടിങ് ഫ്രം കാഠ്മണ്ഡു എന്നാണ് പറയുക. നേപ്പാളിലെ കാഠ്മണ്ഡുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയി തിരിച്ച് കാഠ്മണ്ഡുവിൽ എത്തുന്ന സെറ്റപ്പാണ് പറയുക. പക്ഷേ ഇപ്പം നമ്മൾ കേരളത്തിലല്ലേ, അപ്പം കേരളത്തിൽ തുടങ്ങിയിട്ട് എങ്ങനെ തിരിച്ചു വരാം എന്നുള്ള രീതിയിലേക്ക് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ട്രെയിനായിരിക്കുമല്ലോ മെജോറിറ്റി ആൾക്കാരും ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ട്രെയിനിലാണെങ്കിൽ ഒന്നെങ്കിൽ റപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ഗോരഖ്പൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സോ ട്രെയിൻ എടുക്കുക. നിങ്ങൾ കംഫർട്ടൊക്കെ വിചാരിക്കുന്ന ആളാണ്, അതായത് നിങ്ങൾക്ക് ട്രെക്കിങ് എത്തുന്നതിന് മുന്നേ കൊയങ്ങണ്ട എന്നാണെങ്കിൽ നിങ്ങൾ AC തന്നെ എടുത്ത് പോന്നോ, വെറുതെ സ്ലീപ്പറും ജനറലൊന്നും എടുക്കണ്ട. ഞാൻ സ്ലീപ്പർ എടുത്തിട്ട് ജനറൽ പോലെ തന്നെയായിരുന്നു. അപ്പോൾ സ്ലീപ്പറും ജനറലും കണക്കാണ്. ഈ 2 ട്രെയിനിലും നിങ്ങൾ AC എടുക്കുക, എന്നിട്ട് ഗോരഖ്പൂരിൽ വന്ന് ഇറങ്ങുക. ഗോരഖ്പൂർ എത്തിക്കഴിഞ്ഞാൽ ഗോരഖ്പൂരിൽ നിന്ന് നമുക്കിനി ബോർഡറിലേക്ക് എത്തണ്ടേ, ഇന്ത്യ നേപ്പാൾ ബോർഡർ. നമ്മൾ ഏറ്റവും ചൂസ് ചെയ്യുന്നത്, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് സുനൗലി ബോർഡറാണ്. അപ്പോൾ നമ്മൾ ഈ ഗോരഖ്പൂരിൽ നിന്ന് സുനൗലി ബോർഡറിലേക്ക്, അതായത് ഇന്ത്യൻ നേപ്പാൾ ബോർഡറിലേക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലോക്കൽ ബസ് കയറി പോവാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ടാക്സി എടുത്ത് പോവാം. ഇതൊക്കെ കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പിന്നെയും പറയുന്നത്. ലോക്കൽ ബസ് ആണെങ്കിൽ 150 രൂപയുള്ളൂ, ഷെയർ ടാക്സി ആണെങ്കിൽ 400, 500. അപ്പം അപ് ടു യു ആണ്, നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് ഏതാ വെച്ചാൽ എടുത്തിട്ട് നിങ്ങൾക്ക് ബോർഡറിലെത്താം. ഒരു 4-5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ബോർഡറിലെത്താൻ പറ്റും. ബോർഡറിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക് ബസ് കിട്ടും. എനിക്ക് തോന്നുന്നു നോൺ AC ആണെങ്കിൽ 900, AC ആണെങ്കിൽ 1200, 1300, ഡിപ്പെൻസ്, നിങ്ങൾ എടുക്കുന്ന ബസ്സിനനുസരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഫൈനലി കാഠ്മണ്ഡു എത്തി. ഇനി കാഠ്മണ്ഡു എന്നാണ് നമ്മുടെ ശരിക്കുള്ള എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിൻ്റെ ആ ഒരു സാധനം തുടങ്ങുന്നത്, മീൻസ് ശരിക്കുള്ള ആ ഒരു ഐറ്റിനറി തുടങ്ങുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബസ്സിന്റെ കാര്യം, 900, 1200 ഒക്കെ, അത് നേപ്പാളി പൈസയാണ് പറഞ്ഞത് കേട്ടോ. നേപ്പാളി 900, നേപ്പാളി 1200 പറഞ്ഞത്. ബോർഡർ എത്തുമ്പോൾ നിങ്ങൾ പൈസയൊക്കെ മാറ്റണം. ഞാൻ ഫുൾ കഥ പറയുന്നില്ല, ഞാൻ EBC അല്ലേ പറയുന്നത്. പിന്നെ നമ്മൾ കാഠ്മണ്ഡു എത്തി. കാഠ്മണ്ഡുന്ന് നമുക്കിനി പോകണം, ശരിക്കും ട്രെക്കിങ് തുടങ്ങുന്ന സ്ഥലത്തേക്ക് പോകണം. ശരിക്കും ട്രെക്കിങ് തുടങ്ങുന്ന എവിടെയാ ചോദിച്ചാൽ ലുക്ല എന്ന സ്ഥലത്തു നിന്നാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിന്റെ ശരിക്കുള്ള നടത്തം തുടങ്ങുന്നത്, ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാഠ്മണ്ഡുന്ന് ലുക്ല എത്തണം. കാഠ്മണ്ഡുന്ന് ലുക്ലയിലേക്ക് ഫ്ലൈറ്റ് കിട്ടും. ഫ്ലൈറ്റ് ടിക്കറ്റ്സ് സീസൺ അനുസരിച്ച് മാറും. ടിക്കറ്റിൻ്റെ റേറ്റിനെ പറ്റി ഞാൻ പറയുന്നില്ല, മിനിമം 12,500 അങ്ങനെ എന്തൊക്കെയോ ആണ്. ഞാൻ ഫ്ലൈറ്റ് എടുത്തല്ല പോയത്. പക്ഷെ അതുണ്ടല്ലോ, എന്നോട് എല്ലാവരും പറഞ്ഞ കാര്യം, ഈ ഒരു കാഠ്മണ്ഡു ടു ലുക്ല ഫ്ലൈറ്റ് ഇല്ലേ, അത് നിങ്ങൾ വൺസ് ഇൻ എ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫ്ലൈറ്റാണ്. അതായത് ഇങ്ങനെ ഭയങ്കര മൗണ്ടെയിൻസിന്റെ മുകളിൽ കൂടെയൊക്കെ കുറച്ച് ഡേഞ്ചറൊക്കെ ആയിട്ട് പോകുന്ന
ഭയങ്കര കിഡിലോസ്കി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു 30 മിനിറ്റ് 35 മിനിറ്റ് എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. അപ്പം നിങ്ങളേൽ ഫണ്ട് ഉണ്ടെങ്കിൽ യു മസ്റ്റ് ട്രൈ, എന്തായാലും പോകണം. പോകേണ്ട ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് അത്. ഏത് ഈ ബിറ്റ്വീൻ കാഠ്മണ്ഡു ടു ലുക്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് സ്കിപ്പാക്കി. അപ്പോൾ നിങ്ങൾ കാഠ്മണ്ഡുന്ന് ഫ്ലൈറ്റ് കയറുക, ഫ്ലൈറ്റ് കയറിയിട്ട് നിങ്ങൾ ലുക്കിലെത്തുക. ലുക്കിലെത്തിക്കഴിഞ്ഞാൽ ലുക്കിലേന്നാണ് നിങ്ങൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഞങ്ങൾ എങ്ങനെയാണ് പോയതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയല്ല പോയത്. ഞങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്ന് വേറെ റൂട്ട് വഴിയാണ് വന്നത്. അതായത് നമ്മൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒഴിവാക്കിയിട്ട് നമ്മളെ ആ ഒരു ഫണ്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നൊരു വഴിയുണ്ട്, അത് പറഞ്ഞുതരാം. കാഠ്മണ്ഡുവിൽ നിന്ന് സുർക്കെ എത്തണം. അതായത് ലുക്ലയ്ക്ക് പകരം നമ്മൾ സുർക്കേന്ന് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു മോഡ്. കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ കാഠ്മണ്ഡുന്ന് ഫ്ലൈറ്റ് കയറുവാണെങ്കിൽ ലുക്കിൽ വന്നിട്ട് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ ജീപ്പ് വഴി വേറെ വഴി വന്നിട്ട് സുർക്കെ എത്തിയിട്ട് സുർക്കേന്ന് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ നമ്മൾ ആ രണ്ട് സംഭവം തമ്മിൽ. ഇനി എങ്ങനെയാണ് കാഠ്മണ്ഡുന്ന് സുർക്കയിലോട്ട് എത്തുക പറഞ്ഞുതരാം. അപ്പോൾ ജീപ്പ് അവൈലബിൾ ആണ്. ജീപ്പ് പറഞ്ഞാൽ അറിയാലോ, ഷെയർ ജീപ്പ്. അപ്പോൾ കാഠ്മണ്ഡുന്ന് ആദ്യം നമുക്ക് സൊളുകുംബുലേക്ക് ജീപ്പ് കിട്ടും. ആ ഒരു പേര് നിങ്ങൾ ആലോചിച്ച് വെക്കണം, സൊളുകുംബു. അപ്പോൾ 2000, എനിക്ക് തോന്നുന്നു നേപ്പാളി 2000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് കാഠ്മണ്ഡുന്ന് സോളുകുംബു എത്താം. പിന്നെ സോളുകുംബുന്ന് 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുർക്കെ എത്താം. ഈ പറയുന്ന പൈസയൊക്കെ നേപ്പാളി പൈസയാണേ, അത് ഇനി മാറിപ്പോണ്ട. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മറ്റേ ഫ്ലൈറ്റ് സ്കിപ്പ് ചെയ്ത് ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സുർക്കെ എത്തിയിട്ട് EBC എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഞങ്ങൾ ഒന്നും കൂടെ ചെയ്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് സൊളുകുംബു വരെ എന്തായാലും ജീപ്പ് മസ്റ്റാണ്, നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പം അത് ഞങ്ങൾ 2000 കൊടുത്തിട്ട് ഞങ്ങൾ സൊളുകുംബു വരെ ജീപ്പ് കയറി. സൊളുകുംബുവിൽ നിന്ന് സുർക്കയിലോട്ട് വേണമെങ്കിൽ നമുക്ക് നടക്കാം. അത് അത്ര എളുപ്പമുള്ളൊരു എളുപ്പമുള്ളൊരു കാര്യമല്ല. 100 കിലോമീറ്ററാണ് സൊളുകുംബുവിൽ നിന്ന് സുർക്കയിലേക്ക് മൊത്തം പോകാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിങ്ങനെ വില്ലേജിൻ്റെ ഇടയിൽ കൂടെ വന്ന് ഷോർട്ടായിട്ട് പോവാം. ബട്ട് സ്റ്റിൽ നമ്മൾ ഓർത്തു 100 കിലോമീറ്റർ അത് നമുക്ക് പോസിബിൾ ആണ്. അപ്പം നമ്മൾ അവിടെയുള്ള നേപ്പാളി ആളുകളോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് നടക്കാം, ഒരുപാട് പേര് നടന്നു പോകാറുണ്ട്. പക്ഷേ ഇറ്റ് വാസ് എ ബിഗ് ടാസ്ക്, ഭയങ്കര ടാസ്ക് ആയിരുന്നു. ആ 100 കിലോമീറ്റർ എന്ന് പറയുന്നത് സില്ലി സാധനമായിരുന്നില്ല, അത് ഭയങ്കര സംഘട്ടനായിരുന്നു. കുത്തനെയുള്ള കുറേ കയറ്റങ്ങളും ഷോർട്ട് കട്ടുകളും കാടിലൂടെ മറ്റേ ഗ്രാമങ്ങളിലൂടെ ഭയങ്കര ഒരേ സമയം ത്രില്ലിംഗ് ആയിരുന്നു, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യില്ല. ഒരിക്കലും സോളുകുംബുന്ന് സുർക്കയിലേക്ക് നടക്കാൻ ഞാൻ നിങ്ങളോട് പറയില്ല. ബട്ട് ഞങ്ങൾ നടന്നിരുന്നു. നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് ഒരു ആവറേജ് പേസിൽ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം സ്പീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ ഒരു 7 മണിക്ക് തുടങ്ങി വൈകുന്നേരം 5:30-6 മണി വരെ നടക്കുന്ന രീതിയിലൊക്കെ നടന്നാൽ ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് സോളുകുംബുന്ന് സുർക്കെ എത്താൻ പറ്റും. പക്ഷേ നമ്മൾ അങ്ങനെയല്ല നടന്നത്. നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് മെല്ലെ ഇടയ്ക്ക് ചായയൊക്കെ ഉണ്ടാക്കി, നമ്മളെ ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കി. പിന്നെ കണ്ട നേപ്പാളികളോടൊക്കെ സംസാരിച്ച് കാണുന്ന ദീദിമാരുടെ ചായക്കടയിലൊക്കെ കയറി ചായയും കുടിച്ച് അവരോട് സംസാരിച്ച് അവരെ കൾച്ചറൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ നമ്മൾ പോയിരുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. അതായത് നിങ്ങൾ ഈ ഒരു 100 കിലോമീറ്റർ നടക്കണം ഞാൻ സജസ്റ്റ് ചെയ്യില്ല. 2 കാര്യമുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് വലിയൊരു ട്രെക്കിങ് ചെയ്യാനുണ്ട്. ഏത് ലുക്ലേന്ന് അല്ലെങ്കിൽ സുർക്കേന്ന് അങ്ങോട്ടേക്ക് ഇനി ഇഷ്ടം പോലെ നടക്കാനുണ്ട്. അപ്പം ആദ്യമേ ഇപ്പം നടന്ന എനർജി തീർക്കരുത്. 2ാമത്തെ കാര്യം, ചിലപ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നും ഇത്ര അധികം നടക്കുമ്പോൾ, ഇതെന്താ തീരാത്തതെന്ന്. നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റും ആ ഒരു ഇൻട്രസ്റ്റും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ചടയ്ക്കും, ഫ്രസ്ട്രേഷൻ വരും, ഇതെന്താ എത്താത്തേന്ന് തോന്നും. ചിലപ്പോൾ നിങ്ങൾക്ക് ട്രെക്കിങ് നിർത്തിയിട്ട് പോകാനൊക്കെ തോന്നും. കാരണം എളുപ്പമല്ല, അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, അതായത് സോളുകുംബുവിൽ നിന്ന് സുർക്കയിലേക്കുള്ള നടത്തം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രാവലർ ആവാൻ പറ്റും. നിങ്ങൾക്ക് നേപ്പാളിനെ തിരിച്ചറിയാൻ പറ്റും. നേപ്പാളികളോട് സംസാരിക്കുന്നു, അവരുടെ കൾച്ചർ മനസ്സിലാക്കുന്നു, അവരെ വീട്ടിൽ കയറി ചായ കുടിക്കുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു, ഭാഷ പഠിക്കാം, അവരുടെ ഫുഡ് നിങ്ങൾക്ക് അവർ ഓഫർ ചെയ്യും. ഇങ്ങനെ ശരിക്കും നിങ്ങൾക്കൊരു യാത്രികനാവണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നടക്കാം കേട്ടോ. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കാം. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. ബട്ട് സ്റ്റിൽ ഇഫ് യു വാണ്ട് പോവാം, ട്രൈ ചെയ്യാം, അപ് ടു യു ആണ്. പക്ഷേ വെർത്താണ്, ഭയങ്കര വെർത്താണ്. നമുക്കൊരു 3-4 ദിവസമൊക്കെ എത്തിപ്പോയിക്കും. ജെന്യുവൻ ആയിട്ട് പറയുകയാണെങ്കിൽ
എന്താ സുർക്ക എത്താത്ത ഒന്ന് എത്തിയാൽ മതിയെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ജെന്യുവനായിട്ട് പറയുന്ന കേട്ടോ. ബട്ട് സ്റ്റിൽ നമ്മളത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരു 5 ദിവസത്തെ 100 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും ഞാനൊക്കെ അത്യാവശ്യം നല്ലോണം എനർജി തീർന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കൂടെ ഉള്ളവർ പറഞ്ഞു നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാം, റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ശരിക്കും എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് തുടങ്ങാം. അപ്പം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എനിവേ ലിവ് ഇറ്റ്, അത് വിടുക. ഓക്കെ, ഞങ്ങൾ സുർക്ക എത്തി, നിങ്ങൾ ലുക്കിൽ എത്തി എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ബേസിക്കായി നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണേ. ഇനി നമുക്ക് സുർക്കയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും വേണ്ടില്ല, ലുക്കിലേന്ന് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടില്ല, നമുക്ക് ആദ്യം എത്തേണ്ട വില്ലേജ് എന്ന് പറയുന്നത് ഫഗ്ഡിങ് എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. ഫഗ്ഡിങ് ഞാൻ എല്ലാത്തിൻ്റെയും എന്താ പറയുക ആൾട്ടിറ്റ്യൂഡ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ഐറ്റിനറി നോക്കിയാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. നമ്മളെന്തായാലും 2800 സംതിങ് എന്ന് ലുക്കിലെ 2860 മീറ്ററിലാണ്. ലുക്കിലേക്ക് നമ്മൾ ഫഗ്ഡിങ്ങിലേക്ക് താഴേക്ക് ഇറങ്ങുക ചെയ്യുക. ഫഗ്ഡിങ് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹൈറ്റ് കുറവുള്ളതാണ്. അപ്പം എനിവേയ്സ് ഫഗ്ഡിങ് ആണ് നമുക്ക് അടുത്ത വില്ലേജ് വരാനുള്ളത്. അടുത്തത് നമുക്ക് പെർമിറ്റ് എന്നൊരു സാധനമാണ്. അതായത് എല്ലാ ട്രക്കിങ്ങിനും പോലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിന് ഓഫ് കോഴ്സ് ഒരു അടിപൊളി പെർമിറ്റ് ഉണ്ട്. ആ പെർമിറ്റ് എടുക്കണം. അപ്പോൾ ആ പെർമിറ്റ് എവിടുന്നാ കിട്ടുക എന്നുള്ളതാണ്. ഒന്ന് ലുക്കിലേന്ന് കിട്ടും. നിങ്ങൾ ലുക്കിലേന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പെർമിറ്റ് ലുക്കിലേന്ന് എടുക്കാം. ഞങ്ങൾ സുർക്ക വഴിയാണല്ലോ. അപ്പോൾ സുർക്കേന്ന് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മോഞ്ചോ എന്ന് പറയുന്ന ഒരു വില്ലേജ് എത്തും. ആ വലിയൊരു വില്ലേജിൽ നിന്ന് അവിടുന്നാണ് ശരിക്കും നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിൻ്റെ പെർമിറ്റ് എടുത്തത്. അപ്പം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം, ലുക്കിലേന്ന് കിട്ടും, ലുക്കിലേന്ന് എടുക്കാം. അതല്ല ഞങ്ങൾ വന്ന പോലെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് മോഞ്ചോന്ന് എടുക്കാം. പിന്നെ പെർമിറ്റ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ 3500 മൊത്തത്തിൽ പെർമിറ്റിൻ്റെ റേറ്റ് 3500 നേപ്പാളി 3500. അത് 2 പെർമിറ്റ് ആയിട്ടാണ് വരുന്നത്. 1500 പെർമിറ്റും 2000 ഒരു പെർമിറ്റും. നമുക്കൊരു സ്ലിപ്പും കിട്ടും, പിന്നെ ഒരു ചെറിയൊരു കാർഡ് പോലും കിട്ടും. EBCൻ്റെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എഴുതിയിട്ടുള്ളൊരു ചെറിയ കാർഡും കിട്ടും. അത് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര രസം വരാനുണ്ട്. ഫഗ്ഡിങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്തെത്താനുള്ള വില്ലേജ് വരുന്നത് മോഞ്ചോ ആണ്. മോഞ്ചോ ഈസ് എ ബിഗ് അടിപൊളി വില്ലേജ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ വില്ലേജ് ആയിരുന്നു മോഞ്ചോ. നമുക്ക് അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ എവിടെയോ എത്തിയ പോലെയൊക്കെ തോന്നും. ലൈക്ക് അങ്ങനെയല്ല, നമ്മൾ കുറേ ഇങ്ങനെ ആൾക്കാരില്ലാത്ത സ്ഥലത്തൂടെ വന്ന് പെട്ടെന്ന് കുറേ ആളും ബഹളും കുറേ കടകളൊക്കെ ഉള്ള സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. ഈ മോഞ്ചോയിലാണ് സാഗർമാത നാഷണൽ പാർക്കിൻ്റെ എൻട്രി പോയിന്റ് ഒക്കെ വരുന്നത്. നമ്മൾ അതിൽ കയറും. പിന്നെ അവിടെ നമുക്ക് കുറേ എന്താ പറയുക എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ മൊത്തം റൂട്ട് അവരിങ്ങനെ എന്താ പറയുക പിക്ചറൈസ് ആക്കി വെച്ചത് കാണാൻ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. മോഞ്ചോന്ന് പെർമിറ്റ് എടുത്ത് അവിടെ തന്നെ അത് നമുക്ക് എന്താ പറയുക ആർമി കൗണ്ടർ ഉണ്ടാവും. അവിടെ അത് കാണിച്ച് ക്രോസ് ചെക്ക് ചെയ്ത് ആധാർ കാർഡ് കാണിച്ച് നമ്മളെ എടുത്ത പെർമിറ്റും കാണിച്ചിട്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. ഇനി മോഞ്ചോ കഴിഞ്ഞാൽ അടുത്ത് വരാനുള്ളത് നാംചെ ബസാറാണ്. നാംചെ ബസാർ ആ പേരിൽ തന്നെ ഉണ്ട്, ബസാറാണ്. അതായത് വലിയൊരു ടൗണ് പോലെയുള്ള വില്ലേജ്. അത് കണ്ട നമുക്ക് വില്ലേജ് വിളിക്കാൻ തോന്നില്ല, പക്ഷെ അത് ഒരു വില്ലേജാണ്. പക്ഷെ അതൊരു ബിഗ് ടൗൺ പോലത്തെ ഒരു വില്ലേജാണ്. അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഞങ്ങൾ നാംചെ ബസാറൊക്കെ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ കുറേ സാധനങ്ങളൊക്കെ തീർന്നിരുന്നു. നമ്മൾ നടന്നാണല്ലോ വന്നേ. ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുവിധം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നാംചെ ബസാറിൽ നമ്മൾ കുറേ മാഗി, പിന്നെ ചായപ്പൊടി, പഞ്ചസാര, കുറച്ച് അരി ഉണ്ടാക്കാനുള്ളൊരു പാത്രം, അങ്ങനെ കുറേ ഐറ്റംസ്. പിന്നെ നമ്മളെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ബ്യൂട്ടൈൻ ഗ്യാസ് ഇല്ലേ, ഈവൻ ബ്യൂട്ടൈൻ ഗ്യാസ് വരെ നാംചെ ബസാറിൽ കിട്ടും. പക്ഷെ ഞാൻ പറയട്ടെ, എല്ലാത്തിനും റേറ്റ് ഉണ്ട് കേട്ടോ. അതായത് നമ്മളെ നോർമൽ റേറ്റിൽ നിന്ന് കുറച്ചും കൂടെ അധികം ഉണ്ട്. ഓരോന്നിന് റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ സീരിയസ്ലി എല്ലാം കിട്ടും. നാംചെ ബസാറിൽ നിന്ന് എല്ലാം കിട്ടും, ഈവൻ ബ്യൂട്ടൈൻ ഗ്യാസ് വരെ കിട്ടും. പക്ഷേ ആ ഒരു റേറ്റ് കൊടുക്കേണ്ടി വരും. നമ്മൾ 3 ആളും കൂടെ ഷെയർ ഇട്ടിട്ട്, ഞാനും അഫ്സലും റേസും കൂടെ ഷെയർ ഇട്ടിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങി. കാരണം ഇനി മുകളിലേക്ക് പോകുന്തോറും ഫുഡിനൊക്കെ ഇതിനെക്കാട്ടിലും റേറ്റ് വരും. അപ്പോൾ എനിക്ക് തോന്നി ഇത് തന്നെയായിരിക്കും നന്നാവുക. അപ്പോൾ ഗൈസ്, നമ്മൾ നാംചെ ബസാർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ദിവസം ഫ്രീ ആണ്. ലൈക്ക് ഒരു ദിവസം സ്റ്റേ ആണ് നാംചെ ബസാറിൽ. അതിനെ റെസ്റ്റ് ഡേ എന്ന് വിളിക്കാൻ ആക്ച്വലി പറ്റില്ല. അത് അക്ലമൈറ്റൈസേഷൻ ഡേ ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഹൈറ്റിലെത്തി, 3440 നാംചെ ബസാറിന്റെ ഹൈറ്റ്. ആ ഒരു ഹൈറ്റിൽ നമ്മൾ എത്തി. നമുക്ക് ആ ഒരു ഹൈറ്റുമായിട്ട് നമ്മളെ ബോഡി ഒന്ന് പൊരുത്തപ്പെടണ്ടേ? ആ പൊരുത്തപ്പെടാനുള്ള പരിപാടിയാണ് അക്ലമൈറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നാംചെ ബസാറിൽ ഒരു ദിവസം ഫ്രീ ആയിട്ട് പുതച്ചു മൂടി കിടന്നുറങ്ങുക, റെസ്റ്റ് എടുക്കുക എന്നുള്ളതല്ല. നാംചെ ബസാറിൽ നിൽക്കുന്ന ദിവസം നമ്മളൊരു കുറച്ചധികമുള്ള ഹൈറ്റിലേക്ക് കയറി നമ്മൾ തിരിച്ചിറങ്ങുക. അപ്പോൾ നമ്മളെ ബോഡിക്ക് ആ ഒരു ഹൈറ്റ് മനസ്സിലാക്കാൻ പറ്റും. അത്രയും സിമ്പിളായിട്ട് പറയാൻ പറ്റുള്ളൂ. ഒന്ന് ജസ്റ്റ് കയറുക, തിരിച്ചിറങ്ങുക, പിറ്റേന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു അക്ലമൈറ്റൈസേഷൻ, അതായത് ഹൈറ്റുമായി പൊരുത്തപ്പെടുന്ന പരിപാടി നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നാംചെ ബസാറിൽ നിന്ന്
കുറച്ച് ഹൈറ്റിൽ കിടക്കുന്ന കുംജുങ് വരെ പോയിട്ട് തിരിച്ചു വരാം. 3440 മീറ്റർ ആണ് നാംചി ബസാറിന്റെ ആൾട്ടിറ്റ്യൂഡ് വരുന്നത്. നമ്മൾ കയറുന്ന ഈ കുംജുങ് 3790 മീറ്ററിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ആ ഒരു വേരിയേഷൻ. അപ്പോ നാംചി ബസാറിന്ന് കുംജുങ്ങിലേക്ക് കയറി തിരിച്ച് ഇറങ്ങി കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയട്ടെ, ഇതൊരു 3 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. 1-1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കയറി ഇറങ്ങാൻ പറ്റും. 3 കിലോമീറ്റർ 1.5 മണിക്കൂർ വേണമെന്നായിരിക്കും ചോദിക്കുന്നത്. അത് അത്യാവശ്യം നല്ല ഹൈറ്റ് ആണ്, മീൻസ് കയറി പോകുന്ന പരിപാടിയാണ്. അപ്പൊ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നാംചി ബസാറിന്ന് നേരെ കുംജുങ് കയറുക, തിരിച്ചിറങ്ങുക, റെസ്റ്റ് എടുക്കുക, ആക്ലിമേറ്റേഷൻ കഴിഞ്ഞു. കുംജുങ് പോവുകയാണെങ്കിൽ കുംജുങ് മൊണാസ്ട്രി ഒക്കെ കണ്ടിട്ട് വരാം. ലൈക്ക് എന്തെങ്കിലും ഒരു കാഴ്ച കൂടെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞങ്ങൾ ചെയ്തത് ഇങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ നാംചി ബസാറിൽ ഞങ്ങളുടെ സാധനങ്ങളൊന്നും വെച്ചില്ല. ഞങ്ങൾ ആ ലഗേജ് തന്നെ എടുത്തിട്ട് നാംചി ബസാറിന്ന് കുംജുങ്ങിലേക്ക് കയറി 3790 മീറ്ററിലെത്തി. അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടുന്ന് പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ ഒരു എവറസ്റ്റ് ലോഡ്ജ്, ഹോട്ടൽ എവറസ്റ്റ് അങ്ങനൊരു ഹോട്ടലുണ്ട്. അവിടേക്ക് പോയി. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഹിമാലയാസിന്റെ അമാഡാബ്ലത്തിന്റെയും അതേപോലെ വേറെ കുറേ ഹിമാലയാസിന്റെ ഒക്കെ വ്യൂ കിട്ടും. എവറസ്റ്റ് വ്യൂ പോയിന്റ് എന്നാണ് ഹോട്ടലിന്റെ പേര് തന്നെ. അപ്പൊ അവിടെ പോയിട്ട് കുറെ വ്യൂ ഒക്കെ കിട്ടി. അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങാതെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോയി ഇറങ്ങി കഞ്ചുമ എന്ന് പറയുന്നൊരു വില്ലേജിലെത്തി. ഞാനന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഈ ഒരു പേരുകളൊക്കെ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നാംചി ബസാറിന്ന് കുംജുങ് പോവുക, കുംജുങ് മൊണാസ്ട്രി വേണമെങ്കിൽ കാണാം, ഇല്ലേ കാണാതിരിക്കാം. കുംജുങ്ങിന്ന് നേരെ ഹോട്ടൽ എവറസ്റ്റ് അല്ലെങ്കിൽ എവറസ്റ്റ് ലോഡ്ജ് ആ ഹോട്ടലിലേക്ക് പോവാം. ഹിമാലയ വ്യൂ ഒക്കെ കണ്ടിട്ട് നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് കഞ്ചുമ എന്ന വില്ലേജിലെത്തുക, അവിടെ സ്റ്റേ അടിക്കുക. സോ ഇതായിരുന്നു ഞങ്ങൾ ചെയ്ത കൈൻഡ് ഓഫ് അക്ലമറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ച് നാംചിയിലേക്ക് ഇറങ്ങുന്ന ടൈപ്പ് ആയിരുന്നില്ല. അങ്ങനെ അന്നൊരു ദിവസം കഞ്ചുമയിൽ സ്റ്റേ അടിച്ചു. കഞ്ചുമയിൽ സ്റ്റേ അടിച്ച സമയത്താണ് എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ അടിക്കുന്നത്. നാംചി ബസാറിനെ ഓൾറെഡി പണി കിട്ടിയിരുന്നു. പീരീഡ്സ് ഒക്കെ നാംചി ബസാറിനായിട്ട് ആകെ സൈഡായിരുന്നു. പിന്നെ കഞ്ചുമയിൽ എത്തിയപ്പോഴാണ് ഫുഡ് ഇൻഫെക്ഷൻ കൂടെ കിട്ടുന്നത്. നല്ല വൊമിറ്റിങ്ങും വയറ്റിന്ന് ലൂസായിട്ട് പോലും വയറുവേദനയും പിന്നെ തലകറക്കായി, ആകെ വിഷയമായി. അയ്യോ, കഞ്ചുമ ഞാൻ ഒരിക്കലും മറക്കില്ല. കഞ്ചുമേൽ ശരിക്കും റെസ്റ്റ് ഡേയും എന്താ പറയുക അക്ലമറ്റേഷൻ ഡേയും ഒന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിനിടയിൽ ഞങ്ങൾ 2 ദിവസം കണ്ട് കഞ്ചുമേൽ നിന്നു. കാരണം ഞാൻ കംപ്ലീറ്റ്ലി പോവുക മീൻസ് കംപ്ലീറ്റ്ലി ഫിസിക്കലി ഔട്ടായിരുന്നു. ബെഡ് എണീക്കുമ്പോഴേക്കും തല കറങ്ങുമായിരുന്നു, ഗിഡിനെസ്. ഇപ്പോൾ ഞാൻ കൂടുതലൊരു പറഞ്ഞു ഞാൻ ഗിവപ്പ് ചെയ്യാണ്, നിങ്ങൾ പോയിക്കോ, എന്നെ കൊണ്ട് എന്തായാലും നടക്കും തോന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡ്രിപ്പൊക്കെ ഇട്ട് ഗ്ലൂക്കോസ് ഒക്കെ കിട്ടിയാൽ മാത്രമേ ഞാൻ ഓക്കെ ആവുള്ളൂ. കാരണം അത്രയ്ക്ക് എനർജി എൻ്റെ തീർന്നു. ഇവിടെ കഞ്ചുമല്ല, നാംചി ബസാറിൽ പോയാലും അതേപോലെ കുംജുങ്ങിൽ പോയാലും അവിടെ ഹോസ്പിറ്റൽസ് ഉണ്ട്. പക്ഷേ ഭയങ്കര കത്തിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ EBC ചെയ്യാനുള്ള ഫണ്ടൊന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പൊ അന്നൊക്കെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് എന്ന സംഭവം ഗിവപ്പ് ചെയ്യാന്നുള്ള ഒരു മൈൻഡിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സിനോട് പറഞ്ഞു നിങ്ങൾ പോയിക്കോ, എനിക്ക് എന്തായാലും ഇനി പോസിബിൾ ആവും തോന്നില്ല, നടക്കും തോന്നില്ല. അല്ല പിന്നെ ഹോസ്പിറ്റലിൽ പോകണം, ഗ്ലൂക്കോസ് ഇടണം, ഇഞ്ചക്ഷൻ അടിക്കണം, ഡ്രിപ്പ് ഇടണം, എന്നാൽ മാത്രമേ റെഡി ആവുള്ളൂ. എനിവേസ് എങ്ങനെ ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് പിന്നെ കംപ്ലീറ്റ് ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ എന്നോട് തന്നെ ഭയങ്കര പ്രൗഡൊക്കെ തോന്നും. അന്നാണ് സത്യത്തിൽ ഫിനാൻഷ്യൽ ബാക്കപ്പിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് കയ്യിൽ കുറച്ച് എക്സ്ട്രാ പൈസ വേണമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അന്നൊക്കെയാണ്. എന്തായാലും ഞാൻ എങ്ങനെയാണ് കഴിച്ചിലായത് എന്ന് അറിയണ്ടേ. അവിടെയാണ് മെയിൻ സാധനം. മെഡിക്കേഷനും ടാബ്ലറ്റും ഒന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ശരിക്കും EBC ഒക്കെ പോയോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ആ സാധനം കിട്ടുള്ളൂ. അപ്പോൾ ഒരു മെയിൻ സാധനമുണ്ട്, ഗാർലിക് സൂപ്പ് വിത്ത് ടോസ്റ്റ് എന്ന് പറയുന്ന സാധനം. നല്ല ഗാർലിക് സൂപ്പ്, അതിൻ്റെ കൂടെ ടോസ്റ്റ്, ബ്രെഡ് ടോസ്റ്റ്. ഇത് അങ്ങോട്ട് കയറിയപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഓണായത്. അതിൻ്റെ കൂടെ ഒരു ഹണി ജിഞ്ചർ ലെമൺ ഡ്രിങ്കും കൂടെ കുടിച്ചപ്പോൾ പെർഫെക്റ്റ്. ഓക്കെ, അത് ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു വലിയ കാര്യം. അപ്പോൾ സംഭവം പറഞ്ഞുതരാം. നമ്മൾ മൗണ്ടെയിൻസിലേക്ക് കയറുന്ന സമയത്ത്, ആൾട്ടിറ്റ്യൂഡിലേക്ക് പെട്ടെന്ന് കയറുന്ന സമയത്ത് നമ്മൾ ശരിക്കും വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡി വീക്കാവും. ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് അടിക്കും. നമ്മുടെ ബോഡിക്ക് വേണ്ടത്ര വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീക്കാവും സ്വാഭാവികമായിട്ടും. അതിൻ്റെ കൂടെ എൻ്റെ കേസിൽ പീരിയഡ്സ് വന്നു, ഫുഡ് ഇൻഫെക്ഷൻ വന്നു. ഉറപ്പല്ലേ വീക്കാവുന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മളെ വയറിനെ ആൻറ്റിബയോട്ടിക് എടുത്താൽ ശരിയാണ്, പാൻഡോപ്പ്, എമസെറ്റ്, ആൻറ്റിബയോട്ടിക് മരുന്നുകളൊക്കെ എടുത്താൽ നോർമലി റെഡി ആവേണ്ടതാണ്. പക്ഷെ ഒരു മൗണ്ടെയിനിൽ അത് പോരാ എന്ന് ഞാൻ പഠിച്ചു. അന്ന് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവനാണ് എനിക്ക് പറഞ്ഞിരുന്നത്. കാരണം അവന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് ചെയ്തുള്ള പരിചയമുണ്ട്.
14 തവണ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ് ചെയ്തിട്ടുണ്ട് ചങ്ങായി. അപ്പോൾ അവൻ പറഞ്ഞു തന്നു, ഇതുകൊണ്ടൊന്നും കാര്യമില്ല, നീ അവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ഗാർലിക് സൂപ്പും, ഗാർലിക് പറഞ്ഞാൽ അറിയില്ലേ, വെളുത്തുള്ളി. ഞാൻ പറഞ്ഞു വന്നത് ഗാർലിക് സൂപ്പ് വിത്ത് ബ്രെഡ് ടോസ്റ്റ് ആണ്. അതായത് വെളുത്തുള്ളീൻ്റെ സൂപ്പും പിന്നെ നമ്മളുടെ ബ്രെഡ്, സാധാ ബ്രെഡും. ഞാംചി ബസാർ മുതൽ അങ്ങോട്ടേക്ക് എല്ലാ റെസ്റ്റോറൻറ്റിലും മെയിൻ മെനു ലിസ്റ്റിൽ തന്നെ ഈ സാധനങ്ങൾ കാണാൻ പറ്റും. കാരണം ട്രക്കിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് ഒരുവിധം എന്ത് ഇഷ്യൂസ് വന്നാലും അതിന് നന്നായിട്ട് എഫക്റ്റീവ് ആവുന്ന ഒരു മെഡിസിനാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഗാർലിക് സൂപ്പും ബ്രെഡ് ടോസ്റ്റും. അതിൽ ഈ ബ്രെഡ് ടോസ്റ്റ് നമ്മൾ ഗാർലിക് സൂപ്പിൽ മുക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വിൽ ബി ഓൾ റൈറ്റ്. അപ്പം നിങ്ങൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളി. എന്തെങ്കിലും വിഷയം വന്നാൽ, വൊമിറ്റിംഗ് ആവട്ടെ, ലൂസ് ടൂൾസ് ആവട്ടെ, വയറിൻ്റെ ഇഷ്യൂസ് ആവട്ടെ, ആർട്ടിറ്റ്യൂഡ് സിക്നസ് ആവട്ടെ, ഗിഡിനെസ് ആവട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഫസ്റ്റ് ട്രൈ ഗാർലിക് സൂപ്പ് വിത്ത് ബ്രെഡ് ടോസ്റ്റ്. ഭയങ്കര മാറ്റം തോന്നും. പിന്നെ രണ്ടാമത്തെ ഒരു സാധനം ജിഞ്ചർ ലെമൺ ഹണി ഡ്രിങ്ക് ആണ്. അതായത് ഇഞ്ചിൻ്റെയും ലെമണിൻ്റെയും അതേപോലെ ഹണി മൂന്നും കൂടെ ചേർത്തുള്ള ഡ്രിങ്ക് അവരുണ്ടാക്കി തരും. ചായ അല്ല കേട്ടോ. വേറൊരു കാര്യം പറഞ്ഞിട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ പൊടിക്കൈകളൊക്കെ അറിയുന്നു കരുതുക, പക്ഷേ ഇഫ് യു ആർ ഇൻ എ സോളോ ട്രിപ്പ് ആണെങ്കിൽ നിങ്ങൾ മൂഞ്ചും, നിങ്ങൾ ശരിക്കും പരങ്ങും. ഞാൻ ഇത്രയും വീക്കായിട്ടും എനിക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് എനിക്കുള്ളതല്ല. എൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നു, അഫ്സലും റയീസും. അവരാണ് എനിക്ക് വേണ്ടി കഞ്ഞി ഉണ്ടാക്കി തന്നത്, ചൂടുവെള്ളം ഉണ്ടാക്കി തന്നത്, ചായ ഉണ്ടാക്കി തന്നത്, എനിക്ക് വേണ്ടി ഗാർലിക് സൂപ്പ് വിത്ത് ബ്രെഡ് ടോസ്റ്റ് അവിടെ പോയി വാങ്ങിക്കൊണ്ടുവന്നത്, ഞാൻ ഛർദ്ദിച്ചത് ക്ലീൻ ആക്കിയത്, എന്നെ ടോയ്ലറ്റ് വരെ അതായത് നമ്മൾ അത്രയും തല കറങ്ങി നിൽക്കല്ലേ, അപ്പോൾ ടോയ്ലറ്റ് വരെ നമ്മളെ കൂടെ വന്നത്. ഇങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മളെ വീട്ടിൽ നമ്മളെ അമ്മമാർ നമ്മൾ നോക്കൂലേ, അതുപോലെ അവരെന്നെ നോക്കിയിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് ഒന്നും സോളോ പോകരുത്, റിസ്ക് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ഇഷ്യൂസും ഉണ്ടാവാം. ആ സമയത്ത് നിങ്ങൾക്കത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എൻ്റെ കയ്യിൽ ആൻറ്റിബയോട്ടിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കഞ്ചുമേന്ന് ഇറങ്ങി ട്രക്ക് ചെയ്യുന്നതിനിടയിൽ നമ്മൾ ഓൾറെഡി കുറച്ച് ബംഗ്ലാദേശ് ടീമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടു, ഹായ് പറഞ്ഞു. സംസാരിക്കുന്നതിനിടയിൽ അവർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് അവരെ കയ്യിലുണ്ട്, അപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റിബയോട്ടിക് അവർ തന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളെ യാത്ര. അപ്പോൾ നിങ്ങൾ പോകുമ്പം നിങ്ങൾ ഈ വേണ്ട എല്ലാ മെഡിക്കേഷൻസും, പാൻഡോപെമസെറ്റ്, ആൻറ്റിബയോട്ടിക്സ്, നിങ്ങൾക്ക് വേണ്ട എല്ലാ മെഡിക്കേഷൻസും കരുതണം. അതുപോലെ തന്നെ കൂടെ 1-2 ആൾക്കാർ ഒരു ടീമായിട്ട് എപ്പോഴും പോവുക. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂസും ബാഡും വരും എന്നുള്ളതൊരു നമ്മുടെ മൈൻഡിൽ എപ്പോഴും കീപ്പ് ചെയ്യുക. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കറണ്ട് പോയി ഗൈസ്. അപ്പോൾ ബാക്കി കഥകൾ ഇനി കജ്ജോ മുതൽ അങ്ങോട്ടേക്കുള്ള ഇനി ടിങ്പോച്ചയുണ്ട്, പങ്പോച്ചയുണ്ട്, എന്താ പറയുക, ലൊബൂച്ചെ ഇങ്ങനെ കുറേ വരാനുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതുവരെ ഉള്ളത് കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.